തള്ളിയാൽ ഏകനാകും അവസ്ഥയിൽ സാന്നിധ്യത്തിൽ മറിഞ്ഞു നിന്നിഷ്ടം നിറവേറ്റാൻ കൊതിയാണപ്പാ. സീറോ ഈഗോ ഉള്ള ഒരാളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരാൾ കൃത്യമായിട്ട് പറയാവുന്നത് യേശുവിനെ തന്നെയാണ്. യേശു എന്ന് തൻ്റെ ശിഷ്യന്മാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കുഞ്ഞിനെ നടുക്കിർത്തിയാണ് സംസാരിക്കുന്നത്. ശിശുക്കളെപ്പോലെ ആകുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യോഹന്നാനൊന്ന് പറയുകയാണ്, കർത്താവേ, നിൻ്റെ നാമത്തിൽ കുറച്ച് പേരോട് പിശാചുക്കളെ പുറത്താക്കുന്നത് ഞങ്ങൾ കണ്ടു, ഞങ്ങൾ തടഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞത്, നിങ്ങളെന്തിനാ തടഞ്ഞത്? അവർ തടയരുത്. യേശു ഒരിക്കലും ക്രെഡിറ്റിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. എല്ലാ കയ്യടിയും യേശുവിലേക്ക് വരണമെന്ന് ഒരു കാര്യവും യേശു ഒരിക്കലും ചെയ്തില്ല. അതാണ് യേശുവിൻ്റെ ഒരു പ്രത്യേകത. യേശു എല്ലായ്പ്പോഴും ചിന്തിച്ചിരുന്ന ഒരു കാര്യവും നിലപാടെടുത്തിരുന്ന ഒരു കാര്യവും എല്ലാവരും സ്വർഗത്തിനിണങ്ങിയ കാര്യങ്ങൾ ചെയ്യണം, സ്വർഗത്തിൻ്റെ സ്വപ്നങ്ങൾ നിറവേറ്റണം. അങ്ങനെ നിറവേറ്റുന്നവരെല്ലാവരും അവൻ്റെ പിന്നാലെ വരുന്നവർ തന്നെയാണ്. അതുകൊണ്ട് അവൻ്റെ പിന്നാലെ വന്നില്ല എന്നതിൻ്റെ പേരിൽ അവൻ ആരെയും ഒന്നും ചെയ്യാൻ അനുവദിക്കാതിരുന്നിട്ടില്ല. യേശുവിന് ഒരിക്കലും ക്രെഡിറ്റിനോട് താല്പര്യമില്ലായിരുന്നു, കയ്യടിയോട് ഒരു ഇഷ്ടമില്ലായിരുന്നു. ഈ സുവിശേഷഭാവം വായിച്ചപ്പോൾ എനിക്ക് എന്നോട് തന്നെ വലിയൊരു ചോദ്യമുണ്ടായി. എന്തുമാത്രം ക്രെഡിറ്റാണ് ആഗ്രഹിക്കുന്നത്? ചെറിയൊരു കാര്യം ചെയ്യുമ്പോൾ പോലും അത് ഞാനാണ് ചെയ്തത് എന്ന ഒരു പ്രശസ്തിക്ക് വേണ്ടിയും കയ്യടിക്ക് വേണ്ടിയും പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും അങ്ങനെയൊക്കെയല്ലേ ചില സമയങ്ങളിൽ നമ്മൾ ചെയ്ത ഓരോ കാര്യവും നാലാൾ അറിയണമെന്നും അതിൻ്റെ പേരിൽ നമുക്ക് കയ്യടി കിട്ടണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? എല്ലാവരും കൊള്ളാമെന്ന് പറയണം എന്ന് ആഗ്രഹിക്കുന്നില്ലേ? ഇങ്ങനെ എല്ലാവരും കൊള്ളാമെന്നും കയ്യടി കിട്ടണമെന്നും ആഗ്രഹിക്കുന്നിടത്ത് ക്രിസ്തു പലപ്പോഴും കൊള്ളില്ല എന്ന് പറയാനും ആഗ്രഹിച്ചിട്ടുണ്ട്. അവൻ കയ്യടികൾ നിരസിച്ചിട്ടുമുണ്ട്. പലരുടെ മുമ്പിൽ ചെന്ന് പ്രശസ്തി ആഗ്രഹിക്കാതിരുന്നിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തു ഈ ഭൂമിയിൽ പുലർത്തിയിരുന്നത് ഒരു സീറോ ഈഗോയാണ്. നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? വലിയ മനുഷ്യരാകാൻ സീറോ ഈഗോ പുലർത്തണം. അതാണ് യേശു ശിശുവിനെ നടുക്ക് നിർത്തിയത്. എന്നിട്ട് പറഞ്ഞത്, ഈ കുഞ്ഞുങ്ങളെപ്പോലെ നിങ്ങളാകണം, നിങ്ങൾക്ക് ഈഗോ വേണ്ട. കാരണം ഒരു ക്രിസ്ത്യന് ഒരിക്കലും ചേരാത്ത ഒന്ന് ഈഗോയാണ്. എല്ലാം എൻ്റെ പ്രശസ്തിയല്ല എന്നും തൻ്റെ അയച്ചവൻ്റെ പ്രശസ്തിയാണെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് വഴിമാറിക്കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഓരോ ക്രിസ്ത്യൻ. പിന്നീട് എന്തിനാണ് നമുക്ക് ഈഗോ വെച്ച് പുലർത്തുന്നത്? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
അഭിഷേകത്തിൽ നിറഞ്ഞു നിൽപ്പാൻ കൊതിയാണപ്പാ. ഞാനാകും ഇടങ്ങളിൽ എല്ലാം കൃപയിൽ മറഞ്ഞു നിൽപ്പാൻ അഭിഷേകം